ക്രൂശിത രക്ഷക വിമോചന. ഇവിടെ ഇന്ന് നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, ഈശോ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ച ദിവസമാണ്. ഞങ്ങളുടെ എല്ലാ വൈദികരുടെയും തിരുനാൾ ദിവസം കൂടിയാണെന്ന്. ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, പൗരോഹിത്യത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ പറ്റുന്ന മനോഹരമായൊരു സന്ദേശമുണ്ട്. പെസഹ തിരുനാളിനുള്ള സമയമായെന്ന് ഈശോ അറിഞ്ഞു. തനിക്ക് പോകേണ്ട സമയമായെന്ന് കർത്താവ് മനസ്സിലാക്കി. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. എനിക്ക് ഇന്നത്തെ തിരുനാളിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഈശോ എന്തിനാ വിശുദ്ധ കുർബാന സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ, യേശു തനിക്ക് സ്വന്തമായുള്ളവരെ, എന്നെയും നിങ്ങളെയും അവസാനം വരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈശോ എന്തിനാ പൗരോഹിത്യം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തൻ്റെ പദ്ധതി, താൻ തൻ്റെ ജീവിതത്തിൽ 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ എന്തെല്ലാം യേശു ചെയ്തുവോ, തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി യേശു ക്രിസ്തു എന്തെല്ലാം ചെയ്തുവോ അത് തൻ്റെ ജീവിതത്തിന് ശേഷവും പൂർത്തീകരിക്കപ്പെടണമെന്നും കർത്താവിൻ്റെ 2ാം വരവ് വരെ ആഘോഷിക്കപ്പെടണമെന്നും പ്രഘോഷിക്കപ്പെടണമെന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പദ്ധതിയാണ് പൗരോഹിത്യത്തിലൂടെയും പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വചനം പ്രിയപ്പെട്ടവരെ ഇന്ന് സഭയിൽ മാംസം ധരിക്കുകയാണ്. യേശു തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇവിടെ ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തന്നെയാണ്. നമുക്ക് ഒത്തിരി പേരൊന്നുമില്ല നമുക്ക് സ്വന്തമെന്ന് വിളിക്കാൻ. എത്ര പേരുണ്ട്? വിരലിൽ എണ്ണാവുന്ന ഏതാനും പേരല്ലേ നമുക്ക് സ്വന്തമെന്ന് വിളിക്കാനുള്ളൂ. 15 വർഷം 25 30 50 60 വർഷം നമ്മൾ പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര പേര് ശരിക്കും നമുക്ക് സ്വന്തമെന്ന് പറയാനുണ്ട്? എത്ര പേരുണ്ട് നമുക്ക് സ്വന്തമെന്ന് പറയാൻ? ഒന്നാലോചിച്ച് നോക്കിയേ, എത്ര പേരുണ്ട് നമുക്ക് സ്വന്തമെന്ന് പറയാൻ? അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്നേഹ വലയത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ കോൺടാക്റ്റ് എടുത്ത് നോക്കിയോ, ചിലപ്പോൾ 10, 500, 600, 700 കോൺടാക്റ്റുകളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെക്കാലം റിമെമ്പർ ചെയ്യുന്ന എത്ര പേര് ശരിക്കുമുണ്ട്? നമ്മുടെ ആ യഥാർത്ഥ സ്നേഹ വലയത്തിലുള്ള എത്ര പേരുണ്ട്? വിരലുണ്ടാവുന്ന ആൾക്കാരല്ലേ ഉള്ളൂ. എന്നിട്ടും അവരെ സ്നേഹിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. യേശു ക്രിസ്തു തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുക. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാ? നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ, സ്നേഹത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ആ ഐക്യം എന്നും നിലനിൽക്കേണ്ടതാണെന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുനാൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈശോ അപ്പമായി മാറേണ്ട ആവശ്യമുണ്ടോ? യേശു ക്രിസ്തുവിന് ദിവ്യകാരുണ്യമാകേണ്ട ആവശ്യമുണ്ടോ? യേശു ക്രിസ്തുവിന് വിശുദ്ധ കുർബാന സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യേശു ക്രിസ്തു എന്തിന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. കർത്താവിൻ്റെ 2ാം വരവ് വരെ തുടരേണ്ടതിന് വേണ്ടി കർത്താവ് തൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അവൻ തൻ്റെ ശരീരവും രക്തവും നമുക്ക് തന്നു. ഇപ്പൊ ഇത് 2ാം വരവ് വരെ ആഘോഷിക്കപ്പെടണമെന്നും തൻ്റെ സ്നേഹം 2ാം വരവ് വരെ, അവൻ്റെ 2ാം വരവ് വരെ ആ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കണമെന്നും ഈശോ ആഗ്രഹിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറിയത്, പരിശുദ്ധ കുർബാനയായിട്ട് ഈശോ മാറിയത്. അതിനു വേണ്ടിയിട്ടാണ്. ഇനി തുടർന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈശോ എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. എളിമപ്പെട്ട്, ഗുരുവും ദൈവമായിരുന്നിട്ടും എളിമപ്പെട്ടിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അവസാനത്തേക്ക് വരുമ്പോൾ ഈശോ പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക തന്നിട്ടുണ്ട്, നിങ്ങൾ ഇത് അനുകരിക്കുന്നവരാകുവിൻ. ഇവിടെ ശരിക്കും പറഞ്ഞ കർത്താവ് തൻ്റെ അന്ത്യ അത്താഴ ബലി അർപ്പിക്കുമ്പോൾ അവിടെ മരണത്തിൻ്റെ ഒരു ഗന്ധമുണ്ട്. ആദ്യത്തെ പെസഹ ആഘോഷിച്ചപ്പോഴും നമുക്കറിയാം ആ പെസഹായുടെ പിന്നാമ്പുറങ്ങളിൽ മരണത്തിൻ്റെ ഒരു ഗന്ധമുണ്ട്. അതല്ലേ നമ്മൾ കാണുന്നത്? സംഹാരദൂതൻ കടന്നു പോയപ്പോൾ അവിടെ ആദിജാതന്മാരെ മുഴുവനും, ഈജിപ്തിൻ്റെ ആദിജാതന്മാരെ വധിച്ചു കളയുമ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ആട്ടിൻകുട്ടികളെ വധിക്കപ്പെടുന്ന, ചെമ്മരിയാടുകളെ, കുഞ്ഞാടുകളെ വധിക്കപ്പെടുകയാണ്, ബലിയർപ്പിക്കപ്പെടുകയാണ്. ഒരു മരണത്തിന്റെ ഗന്ധം ആദ്യത്തെ പെസഹയിലുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ പെസഹ തൻ്റെ ശിഷ്യന്മാരോടുകൂടി ആചരിക്കുമ്പോൾ ഒരു മരണത്തിന്റെ ഗന്ധമുണ്ട്. പിറ്റേ ദിവസം കാൽവരിയുടെ നെറുകയിൽ താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി, താൻ ചേർത്ത് പിടിച്ചവർക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചങ്കിൽ നിന്ന് വാർന്നൊഴുകുവോളം സ്നേഹം ഏതറ്റം വരെ പോകാമെന്ന് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ്.
തൻ്റെ ജീവിതം കൊണ്ട് ഈശോ പറഞ്ഞില്ലേ, തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെയും ഒരാളെ സ്നേഹിക്കുന്നതിന് വേണ്ടി, സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈശോ പോയി എന്നുള്ളതാണ്. തൻ്റെ ചങ്കിൽ അവസാനിപ്പിച്ച അവസാനത്തുള്ളി രക്തവും, അവശേഷിപ്പിച്ച അവസാനത്തുള്ളി രക്തവും ഈശോ നമ്മെ, എന്നെയും നിങ്ങളെയും നേടുന്നതിന് വേണ്ടി കാൽവരിയിൽ ബലിയായി നൽകിയതാണ് ഒരു വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മൾ ആചരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ആ രക്ഷാകര ആനന്ദത്തിലാണ് പ്രിയപ്പെട്ടവർ നമ്മൾ പങ്കുചേരുന്നത്. ഇത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. യേശുക്രിസ്തു നമ്മെ അവസാനം വരെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഈ വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മക്കളെ, നമുക്ക് ദൈവം സ്വന്തമായി തന്നിരിക്കുന്നവരെ സ്നേഹിക്കുക. എന്നുവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം വരെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ അവസാനത്തുള്ളി ജീവനും അവസാനത്തുള്ളി രക്തവും നൽകുവോളം സ്നേഹിക്കുക. ഉപകരണങ്ങളോടെ താരയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. ഇതാ ജീവന്റെ അപ്പം, ഇതാ ജീവൻ നൽകുന്ന അപ്പം, ഇതാ ജീവനുള്ള അപ്പം. ഈ നിമിഷങ്ങളിൽ മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ടതൊന്നു മാത്രം, തമ്പുരാനെ, നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ, നീ മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് വിശ്വസിക്കാൻ, നീ മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കാൻ, നീ മാത്രമാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനെന്ന് വിശ്വസിക്കാൻ, നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വിശ്വസിക്കാൻ, കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ടെന്ന് വിശ്വസിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ വിശ്വാസം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ തുറന്ന് യാചനാപൂർവം പിടിക്കാം. കണ്ണുകൾ തുറന്ന് തമ്പുരാനെ കാണാം. ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബം, കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് എന്തോരം ഭാരം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്തെല്ലാം സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. മക്കളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നില്ലേ? കൊച്ചുമക്കളെ ഓർത്ത് പോലും വേദനിക്കുന്നില്ലേ? മാതാപിതാക്കളെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നില്ലേ? ജീവിത പങ്കാളി ഓർത്തുള്ള ഭാരം ഒരു വശത്ത്, വരുമാന മാർഗങ്ങളെ കുറിച്ചുള്ള ഭാരം മറുവശത്ത്, നാളെക്കുറിച്ചുള്ള ആകുലതകൾ ഇതാ എപ്പോഴും നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു ഭാരം നമുക്ക് സമ്മാനിക്കുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഭാഗമായി തീർന്ന നമുക്ക് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഒരു അവയവം വേദനിക്കുന്നത് കാണുമ്പോൾ ഭാരമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ എവിടെയാ നമ്മളായിരിക്കുന്നത്? ആ ശരീരത്തിന്റെ ഭാഗമാണോ നമ്മളെന്ന് ആലോചിക്കുന്നതും ചോദിക്കുന്നതും നല്ലതാണ്. തമ്പുരാനെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ, ഞങ്ങളുടെ ചുറ്റുപാടിൽ വിശ്വാസം അവഹേളിക്കപ്പെടുന്നത് കാണുമ്പോൾ, കൂദാശകൾ പരിഹസിക്കപ്പെടുന്നത് കാണുമ്പോൾ, തമ്പുരാനെ, അനേകരുടെ വിശ്വാസം ക്ഷയിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചങ്കിലൊരു വേദനയുണ്ട്. ഞങ്ങളുടെ കണ്ണും തമ്പുരാനെ, കണ്ണുനീരൊക്കെ ആ ഒരു വിഷയത്തെ പ്രതി ഞങ്ങളും ചിന്തിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? നമ്മുടെ കുടുംബത്തെ ഓർത്ത് മാത്രം കരഞ്ഞാൽ മതിയോ? സഭയാകുന്ന കുടുംബത്തെ ഓർത്ത് കരയണ്ടേ? നമ്മുടെ നാളെയോർത്ത് മാത്രം വേദനിച്ചാൽ മതിയോ? സഭയുടെ നാളെയെക്കുറിച്ചൊരു ചിന്ത നമുക്ക് വേണ്ടേ? നമ്മുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകളെ മാത്രം ഭാരപ്പെട്ടാൽ മതിയോ? ആഗ്രഹങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതിയോ? ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയുടെ വേദനകള് നമുക്കൊരു ഭാരമാകണ്ടേ? ദൈവമേ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നീ തൊടണമേ, നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിൻ്റെ മേലാണോ കർത്താവിൻ്റെ കരം, അത്ഭുതത്തിന്റെ കരം വീശേണ്ടത്, ആ വിഷയത്തെ സമർപ്പിച്ച് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ